ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ട നടൻ ജയറാമിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ആ വാതിൽപ്പടി കൊണ്ടുപോയി ദർശനം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ വളരെ നിഷ്കളങ്കമായി ജയറാം അത് അവതരിപ്പിച്ചെങ്കിലും അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് ജയറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉറപ്പുള്ളതല്ലേ, അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നോ ശബരിമലയിൽ നിന്ന് ഒരു ഈച്ച പോലും അനുവാദമില്ലാതെ പുറത്ത് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കവാടം തന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ നടത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ജയറാമിനില്ലേ എന്നുള്ള ന്യായമായ ആശങ്കയാണ് ഞാനിവിടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജയറാം ഇത്തരം തട്ടിപ്പുകാരുടെ കൂടെ നിന്നുകൊണ്ട് എത്ര നിഷ്കളങ്കമായി ഭക്തിയുടെ പേരിലാണെങ്കിലും നമുക്കറിയാം, ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ ആ വാതിൽപ്പടി വീട്ടിലെത്തിയിട്ട് എങ്ങനെയാണ് അത് വീട്ടിലെത്തുന്നത്? അത് സുതാര്യമായ നടപടിയാണോ? അതെല്ലാവരെയും അറിയിച്ചിട്ടാണോ? അങ്ങനെ ദേവസ്വം ബോർഡ് അറിയാതെ, അധികാരികൾ അറിയാതെ ഇങ്ങനെ ഒളിച്ച് കടത്തിക്കൊണ്ട് വീട്ടിലൊരു ദർശനം നടത്തുന്നത് ശരിയാണോ എന്ന് ജയറാം സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. അത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി കാണാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തിയത് 8 കോടി രൂപ വരെ പിരിച്ചെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 8 കോടി രൂപ പിരിച്ചെടുത്തത് ഇതുപോലെ ദർശനങ്ങൾ നൽകാമെന്ന് ദേവസ്വം ബോർഡോ ഇതുപോലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന ന്യായമായ സംശയം യൂത്ത് കോൺഗ്രസിന് തോന്നുകയാണ്. ഈ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അടിയന്തരമായി ഈ 8 കോടി രൂപയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ആ സംഭാവന ചെയ്തവരുടെ പേരും അവരുടെ കാര്യങ്ങളും വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.